ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു ദിവസം കൂടെ ദൈവം ദാനമായി നമ്മുടെ ജീവിതത്തെ തന്നതിനായി ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ദൈവേഷ്ടം സമ്പൂർണ്ണമായി നമ്മൾ നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മൾ നിറയ്ക്കുകയും തൻ്റെ വഴികൾ സഞ്ചരിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുമാറാകട്ടെ. പലപ്പോഴും ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്, ഇതെല്ലാം ദൈവം ഞങ്ങളെ ശക്തീകരിച്ചു, ദൈവം അതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയെന്ന്. ഞങ്ങൾ പ്രാപ്തരായി, ആ പ്രാപ്തി ഞങ്ങളുടേതെന്നല്ല, ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കിയെന്ന് പറയാം. എല്ലാറ്റിനും നമുക്ക് പ്രാപ്തി തരുന്ന ഒരു ദൈവം, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടേതായ പൊട്ടൻഷ്യൽ, നമ്മുടേതായ കഴിവുകളിൽ ആശ്രയിച്ചു കൊണ്ടല്ല ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്, ദൈവത്തിനായി നമ്മളെ തന്നെ അർപ്പണം ചെയ്യുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കേണ്ടതിന്. അതെന്താണ്? ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന ഫറവോനിൽ പോലും ദൈവം മഹത്വപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവം അവനെ തനിക്ക് വേണ്ടി അല്പസമയത്ത് ഉപയോഗിക്കുകയാണ്, നിരന്തരമായല്ല. തൻ്റെ മഹത്വം വെളിപ്പെടുകയാണതിന് ഫറവോനെയും ദൈവം ഉപയോഗിക്കുന്നു, രാജാക്കന്മാരെയൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു, നെബൂഖദ്നേസറിനെ ഉപയോഗിക്കുന്നു, എല്ലാവരും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാം പർട്ടിക്കുലർ ടൈം, എ പീരിയഡ് ഓഫ് ടൈം. ആ ദൈവം തൻ്റെ സർവ്വശക്തിയിലാണ് അത് ചെയ്യുന്നത്. എന്നാൽ മോശയെ ദൈവം ഉപയോഗിച്ച വ്യത്യാസമാണ്. മോശയെയോ അഹ്റോനെയോ ഒക്കെ ദാവീദിനൊക്കെ ഉപയോഗിച്ചത് അവർ സറണ്ടർ, അവർ തങ്ങളെ തന്നെ ദൈവങ്ങൾ സമർപ്പിച്ചത് കൊണ്ട് ദൈവം അവരെ ഉപയോഗിച്ചു. അത് വ്യത്യസ്തമാണ്. ഫറവോനെ ദൈവത്തിൻ്റെ അധികാരം കൊണ്ട് ദൈവം ഉപയോഗിച്ചു, എന്നാൽ എന്നാർക്കുമല്ല, തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. ഇന്നും അങ്ങനെയാണ്. ഏത് ഭരണാധികാരികളെയും ആരെയും എന്തിനേയും ദൈവത്തിന് നിയന്ത്രിക്കും. കാരണം ദൈവമാണ് ന്യായാധിപതി, ദൈവമാണ് സർവ്വലോകത്തിൻ്റെ ദൈവം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പം ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. അപ്പം ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ആരെ ഉപയോഗിക്കും. പക്ഷെ അവർ തങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്താൻ ഏൽപ്പിച്ചു കൊടുത്തവരല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. എന്നാൽ നമ്മൾ ഒരു ദൈവം ചെയ്തല്ലോ, തങ്ങളെ തന്നെ ദൈവകരങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ തന്നെ വിട്ടു തരുന്നു, മനസ്സോടെ തരുന്നുവെന്ന്. എന്നാൽ ഫറവോൻ മനസ്സോടെ അല്ല കൊടുത്തത്, ദൈവം തന്നെ ഉപയോഗിച്ചു കുറച്ച് നേരത്തെ. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം ആരെയും നിർബന്ധിച്ച് അങ്ങനെ തന്നെ സ്നേഹിക്കണമെന്നോ തന്നെ സേവിക്കണമെന്നോ പറയാറില്ല. അതാ കർത്താവ് പറയാം, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ഒക്കെ ദൈവത്തെ സ്നേഹിക്കണം. അവിടെ കുറച്ച് അനിഷ്ടമായിട്ട് നമ്മൾ ദൈവത്തെ സേവിക്കേണ്ടതില്ല, സ്നേഹിക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നുമില്ല, ആരെയും നിർബന്ധിച്ച് അങ്ങനെ അല്ല. അത് ജെന്യുവനായിട്ട് നമ്മൾ മനസ്സിലാക്കി, ദൈവസ്നേഹത്തെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ തൻ്റെ പുത്രനെ നൽകുവാൻ കൊണ്ട് നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം, ആ പുത്രൻ സ്വന്തം ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം, ക്രൂശിലെ ത്യാഗം, അതെല്ലാം ഓർത്ത് നമ്മളെ വീണ്ടെടുത്ത ആ സ്നേഹത്തിൻ്റെ രക്ഷയുടെ ആ വലിയ രക്ഷയെ ഓർത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അവിടെ ആ സ്നേഹത്തിന് പൂർണ്ണതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സോടെയാണ് എല്ലാം സമർപ്പിക്കുന്നത്, ആരുടെയും നിർബന്ധത്താലല്ല. നമ്മൾ ആസാഫിൻ്റെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അത് 82-ാമത്തെ സങ്കീർത്തനം. 83 വരെയാണ് ആസാഫിൻ്റെ സങ്കീർത്തനം, എന്നിട്ട് തുടർന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആസാഫിൻ്റെ സങ്കീർത്തനത്തിൽ 8 വാക്യങ്ങളുള്ള 82-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. ഒരു മ്യൂസിക് നോട്ട്സ് ഏല. ദെൻ എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുക്കുവിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുക്കുവിൻ, എളിയവനെയും ദരിദ്രനെയും രക്ഷിക്കുവിൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുവിൻ. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. ആദ്യം പറയുന്നത്, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. ന്യായാധിപനായ ഒരു ദൈവത്തെ ആസാഫ് ചിത്രീകരിക്കുക. ദൈവം ദേവസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് ഗോഡ് എന്ന് യോബിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. ദൈവസന്നദ്ധിയിൽ, ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. കൗൺസിൽ ഓഫ് ഗോഡ്, അങ്ങനെയുണ്ട് ദൈവത്തിൻ്റെ ആലോചനാ സഭ എന്ന് പറയുന്നത്. അവിടെ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ന്യായം വിധിക്കുന്നു. ദേവന്മാരെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയാൽ സ്മോൾ ഗോഡ്സ്, സ്മോൾ GODS, ഗോഡ്സ്, അത് ദേവന്മാർ, അത് മനുഷ്യരെക്കുറിച്ച് പറയുന്നതാണെന്ന് പറയുന്നത്.
ദൈവദർശനം ലഭിച്ചിട്ടുള്ള ദേവന്മാരെന്ന്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അപ്പോൾ ഇവിടെ ദേവന്മാർ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു അത് വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 33-34 വാക്യങ്ങളിൽ, യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാടിൽ ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരെ ദേവന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ നമ്മൾ ദൈവങ്ങളൊക്കെ ഈ ബഹുദൈവ ഇതിൽ പറയുന്ന അർത്ഥത്തിലല്ല, ഇവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരെ ദേവന്മാരെന്ന് പറയുന്നു എന്ന് പറയുന്നത്. അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ വ്യത്യസ്ത, അതായത് ഇസ്ലാം മതത്തിലുള്ളവർ മുസ്ലിംസ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവ് യേശുക്രിസ്തു എവിടെയെങ്കിലും ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റും, ഇവിടെ യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ അന്വേഷിച്ചത് എന്തുകൊണ്ടാണ്? അത് യോഹന്നാന്റെ സുവിശേഷം 10:33 തന്നെ കാണുകയാണ്. യഹൂദന്മാർ അവനോട് യേശുവിനെ കല്ലെടുക്കുക, 31-ാമത്തെ വാക്യത്തിലൊക്കെ യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിൻ്റെ കൽപ്പന ഞാൻ പല നല്ല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിലേത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, യേശുവിനോട് പറയുക, നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് യേശു ദൈവമാണെന്ന് തന്നെ വെളിപ്പെടുത്തുക. അതാ അവർക്ക് പിടിക്കാത്തത്, അതാ അവർ എറിയുവാൻ കല്ലെടുത്തത്. അതായത് നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടൊന്നും അല്ല, നീ മനുഷ്യനായിരിക്കെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ. അപ്പോൾ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയത് താൻ ദൈവമാണെന്നുള്ളതാണ്. ഞാനാകുന്നു. ആ ഞാനാകുന്നവനാണ് പറയുന്നത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഐ ആം ദ വൈൻ, ഞാൻ മുന്തിരിവള്ളിയാണ്. ഐ ആം ദ ഡോർ, ഞാൻ വാതിലാണ്. ഐ ആം ദ ലിവിങ് ബ്രെഡ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഞാൻ ലോകത്തിന് എല്ലാം ഞാനാകുന്നവന്. മോശയോട് ദൈവം വെളിപ്പെടുത്തും പറയുക, നിൻ്റെ പേരെന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്നാ പറയണം? എബ്രായുടെ ദൈവം നിൻ്റെ പേര് പറയുക, ഞാനാകുന്നു. ഐ ആം വാട്ട് ഐ ആം. അതാ ദൈവത്തിൻ്റെ ഇത്. അപ്പോൾ അത് അവിടെ പറയുകയാണ്. അതായത് അത് ഒരു നല്ലൊരു എവിഡൻസ് ആണ്. യേശു ദൈവമായിട്ട് തന്നെയാണ് ഇവിടെ വെളിപ്പെടുന്നത്. മനുഷ്യപുത്രനാണ്, അതോടൊപ്പം ദൈവത്തിൻ്റെ എല്ലാം. പാപം ക്ഷമിക്കുന്നു, അത്ഭുതങ്ങൾ, രോഗങ്ങൾ സൗഖ്യമാക്കുന്നു, എല്ലാം. പാപക്ഷമ കൊടുക്കുവാൻ മനുഷ്യന് അധികാരമില്ലല്ലോ, ദൈവത്തിനല്ലേ. അപ്പോൾ പാപക്ഷമ കൊടുത്തപ്പോൾ ദൈവം തന്നെയായിട്ടാണ് വെച്ച് തെളിയിക്കുന്നത്. അതൊരു മറ്റൊരു വിഷയമാണ്, നമുക്കിതിലേക്ക് വരാം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയുകയാണ്, എന്താണ്? ദൈവം ന്യായവിധിക്കുന്നു. നിങ്ങൾ അവിടുത്തെ മറ്റുള്ളവരോട്, നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. അപ്പോൾ അവിടുത്തെ അന്നത്തെ സമൂഹത്തിൽ ഈ നീതികേടുണ്ട്, മുഖപക്ഷം പിടിക്കലുണ്ട്. അതിനെതിരായിട്ടാണ് അസഹ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, എളിയവനും അനാഥന് ന്യായം പാലിച്ചു കൊടുക്കുവിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുക്കുവിൻ, എളിയവനെയും ദരിദ്രനെയും രക്ഷിക്കുവിൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുവിൻ. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇതായിരിക്കണം. എളിയവനോടും അനാഥരോടും അഗതികളോടുമെല്ലാം നമുക്കൊരു കൺസേൺ, ഒരു കമ്പാഷൻ, ഒരു മനസ്സിൽ കൊണ്ടായിരിക്കണം. അത് ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളിൽ വരുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. നമ്മളാവത് അവർക്ക് ചെയ്തു കൊടുക്കുവാൻ, അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനൊക്കെ സാധിക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ യാത്രയിലെല്ലാം അങ്ങനെ അത് സൂക്ഷ്മതയോടെ നമ്മളത് ചെയ്യേണ്ട ഒരിതാണ്. ദൈവിക ആലോചനയുണ്ട്, ദൈവത്തിൻ്റെ കൃപയോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കണം. ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നുവെന്ന് നിങ്ങളൊക്കെയും അത്യുന്നതിൻ്റെ പുത്രന്മാരെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും അതാണ് നമ്മളിപ്പോൾ 82:6 നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10:33-34 വായിച്ചത്. നിങ്ങൾ ദേവന്മാരാകുന്നു, നിങ്ങളൊക്കെയും അത്യുന്നതിൻ്റെ പുത്രന്മാരെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം പറയുക, എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാർ ഒരുത്തനെ പോലെ പട്ടുവും. അതാ മനുഷ്യൻ്റെ നിസ്സാരത്വം. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. എത്ര ഉന്നതനാണെന്ന് വെച്ചാൽ ധനവാനും ദരിദ്രനും എല്ലാം മരണത്തിന് മുമ്പിൽ സമന്മാരാണ്. ബിഫോർ ദ ഡെത്ത്, മരണത്തിന് മുമ്പാകെ എല്ലാവരും സമന്മാരാണ്. മരണത്തിന് വലിയവനെന്നോ ചെറിയവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഇതില്ല. മരണത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വാസമുള്ളവന്, ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവന് മരണം വ്യത്യസ്തമാണ്. നീതിമാൻ്റെ മരണം പോലും നീതിമാൻ്റെ മരണത്തിലും പ്രത്യാശയുണ്ട്.
അതോ വളരെ അത്യുത്തമമായ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്, അതോ അത്യുത്തമമല്ലോ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ പ്രത്യാശ. എല്ലാവരും മരിക്കും, പക്ഷേ ഒരു നീതിമാന്റെ മരണത്തിൽ അവന് പ്രത്യാശയുണ്ട്, അവന് സന്തോഷമാണ്, അവന് ആനന്ദമാണ്, അവനൊരു ഇതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് അവൻ പോകുന്നത്. അവന് ആ പ്രത്യാശയുണ്ട്, ഉള്ളിൽ ആനന്ദമുണ്ട്, ആ ഉറപ്പുണ്ട്. അത് കേവലം ഒരു അഭ്യൂഹമല്ല, അതൊരു ഇമാജിനേഷൻ അല്ല, അത് അങ്ങനെ സങ്കല്പികമല്ല, അത് യാഥാർത്ഥ്യം. ഇറ്റ്സ് റിയാലിറ്റിയാണത്. അതിൻ്റെ അനുഭവം നമുക്ക് വിശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുകയാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. എന്നിട്ട് പറയാണ്, ദൈവമേ നീ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. അപ്പോൾ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്നും. എല്ലാവരെയും, ജനസമൂഹത്തിലെല്ലാം ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ത്യനാളിലെ ന്യായവിധിയിലും അത് തന്നെയാണ്. ദൈവം നീതിയോടെ വിധിക്കും. ആർക്കും അവിടെ ദൈവം പക്ഷപാതം കാണിച്ചെന്നോ ദൈവം മോക്ഷം കാണിച്ചെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ വായ അടഞ്ഞു പോകുന്നതാണ് പറയുന്നത്. ദൈവത്തോട് ചോദ്യം ചോദിക്കാനൊക്കെ അനേകർ പോകുന്നേ, പക്ഷേ അവൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എല്ലാ ചോദ്യങ്ങളും മറന്നുപോകും, അവർക്ക് ഉത്തരം മുട്ടിപ്പോകുമെന്നാണ് പറയുന്നത്. കർത്താവ് ചോദിച്ച പലതിലും അവർക്ക് വാക്ക് മുട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട് സുവിശേഷങ്ങളിലൊക്കെ. ആ സർവശക്തന് മുമ്പാകെ, സർവജ്ഞാനിയായ ദൈവത്തിന് മുമ്പാകെ ചെല്ലുമ്പോൾ ഇവർക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ദൈവത്തെ ചോദ്യം ചെയ്യുകയല്ല, പക്ഷെ നമ്മുടെ ആ സംശയങ്ങൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ദൈവമേ, ഇതെന്താണ് ഇങ്ങനെ? തിരുവിഷ്ടമാണ്, എനിക്ക് ഗ്രഹിപ്പിച്ച് തരണമേ. മറുതലിക്കുന്നവരായിട്ട് മാറാതിരിക്കാൻ ശ്രമിക്കണം. പലതും നമുക്ക് മനസ്സിലായില്ല എന്ന് വരാം, നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങൾ. അപ്പോൾ ദാവീദ് പറയുന്നത് എന്താ? ഞാൻ എനിക്ക് എത്താത്ത വൻ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ ദാവീദ് തൻ്റെ ആത്മാവിനെ, തനിക്ക് എത്താത്ത ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല, അതൊക്കെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തോട് ചോദിക്കാം, കർത്താവേ ഞാൻ മനസ്സിലാക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരണമേ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. ആ പരിശുദ്ധാത്മാവ് അത് എന്താണ്? അത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവാണ്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവാണ്, അത് യഹോഭക്തിയുടെ ആത്മാവാണ്, പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവാണ്, ബലത്തിൻ്റെ ആത്മാവാണ്, അല്ലെ, വിശുദ്ധിയുടെ ആത്മാവാണ്, വിശ്വാസത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കും. ജ്ഞാനവും വിവേകവും എല്ലാം ദൈവം നമുക്ക് തരും. എക്സ്ട്രാ ഓർഡിനറി, സാധാരണ കാണുന്നതല്ല, എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും അതിനൊക്കെ ഒരു സവിശേഷമായ ഒരു അനുഭവം കാണും, ഒരു ഡിവൈൻ നേച്ചർ കാണും, ഒരു ദിവ്യ പ്രകൃതി കൊണ്ട് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നിങ്ങൾ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ ആ ദൈവിക സ്വഭാവം ഉൾക്കൊണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സ്വന്തം ഛായയിലും സ്വന്തം സദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. ആ കൈപ്പിണിയെ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിയെടുക്കാനാണ് പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യ വേഷം ധരിച്ചു വന്നത്. സൺ ഓഫ് ഗോഡ് ബിക്കേം സൺ ഓഫ് മാൻ ടു മേക്ക്, അല്ലെങ്കിൽ സൺ ഓഫ് മാൻ ബിക്കേം സൺ ഓഫ് ഗോഡ്. ദൈവപുത്രൻ മനുഷ്യപുത്രനായത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാൻ വേണ്ടിയാണ്. അതിനാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം, നമ്മളെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കാം. നമ്മളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം പൂർണ്ണമായി നിർവഹിക്കുവാണ്ടൊക്കെയാണ് മനസ്സോടെ നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. തൻ്റെ സൃഷ്ടി ഒരിക്കലും ദുരുപയോഗം ചെയ്യത്തില്ല ദൈവം, അല്ലേ? ഒരു വസ്തു നിർമ്മിച്ച ഒരു വ്യക്തി ഒരിക്കലും ദുരുപയോഗം ചെയ്യത്തില്ല. ഒരു കളിമൺ പാത്രം ഉണ്ടാക്കുന്നൊരിതിൽ ഇങ്ങനെ പാത്രങ്ങളെല്ലാം ഉണ്ടാക്കി വയ്ക്കുക, മേശ പതിയെ തട്ടി അത് മുഴുവൻ മറിഞ്ഞു വീണ് മുഴുവൻ കൊളാപ്സ്ഡായി പോവുക. ഉണങ്ങിയ ചട്ടിയല്ല, ഉണ്ടാക്കി വെച്ച ഉടനെയാണ്. ആ കുശവൻ എന്ത് ചെയ്തു? അത് എല്ലാം എടുത്ത് പിന്നെയും മെനഞ്ഞ് പിന്നെയും പുതിയത് ഉണ്ടാക്കുക, റീക്രിയേറ്റ്. ദൈവത്തിന് സകലവും സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും കുഴപ്പം വന്നുപോയോ, കുറ്റങ്ങൾ വന്നുപോയോ, നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവം വീണ്ടും നല്ലതുപോലെ ആക്കുകയാണ്. ഗോഡ് ഈസ് ഓൾ മൈറ്റി, ദൈവം സർവശക്തനാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എല്ലാം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിച്ച അവിടുത്തെ മഹാസ്നേഹ നിമിത്തം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായ സ്തുതി. അവിടുത്തെ ആ സ്നേഹത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പാ, അവിടുന്ന് ഒരിക്കലും ഞങ്ങളുടെ ജീവിതങ്ങളെ നാശത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളതിനാൽ തിരുവിഷ്ടം പോലെ ഇവിടുന്ന് പണിയണമേ. തിരുനാമം ഞങ്ങൾ കൂടെ മഹത്വപ്പെടുത്തണമേ. അതിനായി ഇവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കായ സ്തുതി മഹത്വത്തോടെ മാത്രം എടുക്കണമേ. ആമേൻ, ആമേൻ.